ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകം ഈ ഏറെ നാളായിട്ട് ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ വന്നപ്പോൾ ബി.ജെ.പി അല്പം പ്രതിരോധത്തിലാകുകയും ചെയ്തു. ഇപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ക്രൈസ്തവ മുഖങ്ങളെയൊക്കെ തന്നെ അണിനിരത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഇവർ യോഗം ചേരുന്നു. കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് വനിതാ സ്ക്വാഡുകളെ നിയമിക്കുന്നു. അങ്ങനെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനമാണ് ബി.ജെ.പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ ആശാവഹമായി മാറും? രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, സോഷ്യൽ എൻജിനീയറിംഗ്. അത് എൻജിനീയറിങ്ങുമായി ബന്ധമൊന്നുമില്ല, പക്ഷേ വിവിധ കമ്മ്യൂണിറ്റികളെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലുള്ള സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ അവരെ പാർട്ടിക്ക് അനുകൂലമായി ഒരു വോട്ട് ബാങ്കായി മാറ്റിയെടുക്കാനുള്ള ശ്രമം, അതാണ് സോഷ്യൽ എൻജിനീയറിംഗ്. കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് അല്ലെങ്കിൽ സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പറയുമ്പോൾ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു മിനി പതിപ്പാണ് സോഷ്യൽ ഔട്ട് റീച്ച്. ഭാരതീയ ജനതാ പാർട്ടി ഒരു റീച്ച് ഔട്ട് മോഡിലാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം സംഘപരിവാർ സംഘടനകളോട് ചെറിയ അകലം പാലിക്കുന്നു എന്ന ഒരു ചിന്ത, അത് വൈകി വന്നൊരു ചിന്തയാണ്. കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി ഘട്ടം ഘട്ടമായി സംഘപരിവാറിനോടുള്ള ഒരു വിയോജിപ്പ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കുറഞ്ഞു വരുന്നു. അതായത് ഇത് കൃത്യമായി പറഞ്ഞാൽ 1999 ആദ്യമായി ഒരു NDA മുന്നണി സ്ഥാനാർത്ഥി, ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഇവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത്. അപ്പോൾ അത് PC തോമസിൻ്റെ കാര്യമാണ്. സഭകളുമായി അടുത്ത് നിൽക്കുന്ന, സമുദായവുമായിട്ട് അടുത്ത് നിൽക്കുന്ന, ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആൾ IFDP, ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി, കേരള കോൺഗ്രസിൻ്റെ ഒരു സ്പ്ലിൻറ്റർ ഗ്രൂപ്പാണ്. അപ്പം വിഖ്യാതനായ PT ചാക്കോയുടെ മകൻ PC തോമസ് ഇങ്ങനെ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഇടം കൊടുത്തു NDA. അപ്പം അദ്ദേഹത്തിന് ലഭിച്ച വ്യക്തിപരമായ ക്രൈസ്തവ വോട്ടുകൾ അദ്ദേഹം NDA താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അലൈ ആണ്, സഖ്യകക്ഷിയാണ് എന്ന് അറിയാതെയല്ല മൂവാറ്റുപുഴ, അന്നുണ്ടായിരുന്ന മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്തത്. അപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ രീതിയിലുള്ള ക്രൈസ്തവ വിരോധം ഉണ്ടായിരുന്നു എങ്കിൽ അന്ന് തന്നെ PC തോമസിന് ഏതാണ്ട് 545 വോട്ടോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ജയിക്കാൻ ലഭിച്ച. തീരെ നാരോ മാർജിനാണ്. അദ്ദേഹം ഇസ്മായിലിനെയും UDF കാൻഡിഡേറ്റിനെയും എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ജയിച്ചു വന്നത്. മാണിയുടെ മകനായിരുന്നു തോന്നുന്നു, കെ മാണിയുടെ മകൻ അവിടെ പരാജയപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ BJP നൗ സ്മെൽറ്റ് എ ബിറ്റ് ഓഫ് എ ചാൻസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനിടയ്ക്ക് രാജഗോപാൽ ജയിച്ചു വരുന്നു. നിയമസഭയിൽ BJP അക്കൗണ്ട് തുറക്കുന്നു. പിന്നീട് തുറന്ന അക്കൗണ്ട് നിയമത്തെ പൂട്ടുന്നു. ഇപ്പോൾ നിലവിൽ ഒരു പാർലമെൻറ്റ് അംഗമുണ്ട്, അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു വരുമ്പോൾ കൃത്യമായി പറയാൻ 10-20% ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സഭാ സമുദായ അംഗങ്ങളുടെ പിന്തുണ ഇല്ലാതെ, ചെറിയ തോതിലെങ്കിലും പിന്തുണ ഇല്ലാതെ സുരേഷ് ഗോപിക്ക് 75,000 വോട്ടിൻ്റെ മാർജിനിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് ഓപ്പൺ സീക്രട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സഭയുടെയും സമുദായത്തിൻ്റെയും, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ, പ്രത്യേകമായി പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ വോട്ട് വളരെ നിർണായകം തന്നെയാണ്. ഛത്തീസ്ഗഡിൽ നടന്ന ഒരു സംഭവം അത് വലിയ ദോഷമാണ്. കന്യാസ്ത്രീകളെ തടവിലാക്കുന്ന രീതിയിൽ, അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മതപരിവർത്തനം ആരോപിച്ച ആ ഒരു സംഭവം, അത് ക്രിസ്ത്യൻ സമുദായത്തെ കേരളത്തിൽ വലിയ രീതിയിലാണ് ഇരുത്തി ചിന്തിപ്പിച്ചത്. ഇനി എന്തായിരിക്കണം BJPയോടുള്ള നിലപാട്, ദേശീയ ജനാധിപത്യ സഖ്യത്തോടുള്ള നിലപാട് എന്തായിരിക്കണം? ഇത് വലിയ രീതിയിൽ ക്രൈസ്തവ സമുദായങ്ങൾക്കിടയിൽ ഇവിടെ ചർച്ച നടക്കുന്നു. മണിപ്പൂരിൻ്റെ മുറിവുകൾ ഉണങ്ങിയിട്ടുമില്ല. അത് ഉണക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാവണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത് തന്നെ മണിപ്പൂർ സന്ദർശനം, അതിനുള്ള ഗ്രൗണ്ട് വർക്കുകൾ റെഡിയാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം കോട്ടയത്ത് വെച്ച് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സംഘടനാ ജില്ലയിൽ നിന്നും പ്രതിനിധികളായി വരുന്ന 5 ക്രൈസ്തവ മുഖങ്ങൾ, BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന BJP നേതാക്കളായ 5 ക്രൈസ്തവർ വരികയാണ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 30 സംഘടനാ ജില്ലകളുണ്ട്.
അവിടുന്ന് 5 പേര് വെച്ച് വരുമ്പോൾ 150 പേരുടെ ഒരു സമ്മേളനമാണ് കോട്ടയത്ത് വെച്ച് കൂടിയത്. അപ്പോൾ അവിടെ തീരുമാനങ്ങൾ എടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഒരു സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പറയുമ്പോഴും ഇതൊരു കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ആയിട്ട് തന്നെയാണ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആയിട്ട് തന്നെയാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളെ മണ്ഡല തലത്തിൽ, ബൂത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ, നിയോജക മണ്ഡല തലത്തിൽ എല്ലാം കാണുക, സംവദിക്കുക, വേണ്ടി വന്നാൽ അരമനകളിൽ കയറുക. കെ സുരേന്ദ്രൻ നേരത്തെ ഒരു മുൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തി. ക്രൈസ്തവ സഭയുടെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ അത് ക്രൈസ്തവ സഭ ഒഫീഷ്യലായി വെപ്പ് കൊടുത്തുകൊണ്ടൊന്നുമല്ല, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതല്ല അതിൻ്റെ രീതിശാസ്ത്രം. ഫോർമലായി തന്നെ ചെന്ന് ചോദിക്കണം. ഇൻഫോർമലായി ചെന്ന് ഫോർമലായി ചോദിച്ചെങ്കിൽ മാത്രമേ വോട്ട് കിട്ടൂ എന്ന യാഥാർത്ഥ്യം അതെത്ര ആരോഗ്യപരമാണെന്നുള്ള മറ്റൊരു കാര്യം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആരോഗ്യ വശം, കാരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ചോദിക്കേണ്ടത്, അത് മറ്റൊരു. പക്ഷേ ഇവിടെ ഇടത് വലത്ത് ഭേദമന്യേ കോൺഗ്രസ്സുകാരും ചെയ്യും, ഇപ്പോൾ CPM-കാരും ചെയ്യും, എല്ലാ കക്ഷികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്യുക. കേരളത്തിലെ ജനസംഖ്യയുടെ 18% ക്രൈസ്തവരാണ്. ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് കോട്ടയം ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിർണായക സാന്നിധ്യമാണ്. കേരളത്തിലെ ഒരു ജില്ലയിലും ക്രൈസ്തവ ജനത ഭൂരിപക്ഷമല്ല. പക്ഷേ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, തൃശ്ശൂർ ജില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് ശതമാനക്കണക്കിൽ തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകൾ, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളും കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലുമൊക്കെ ക്രൈസ്തവർക്ക് നിർണായകമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവിടങ്ങളിൽ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു വരണമെങ്കിലും ആത്യന്തികമായി നിയമസഭയിൽ ആ പ്രദേശത്തു നിന്നും, തിരുവനന്തപുരമല്ല വിഷയം, തിരുവനന്തപുരത്ത് BJPക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്. 2-3 നിയമസഭാ മണ്ഡലങ്ങൾ ജയിച്ചു വരാനുള്ള ഒരു ഫൈറ്റിംഗ് ചാൻസ് തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ അങ്ങനെയല്ല. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു തട്ടകമായി അറിയപ്പെടുന്ന ഇടത്ത് കൂടുതൽ സീറ്റുകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷങ്ങൾക്കായിരുന്നു. ഇടതുപക്ഷങ്ങളോട് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്കെങ്കിലും ക്രൈസ്തവ സഭയുടെ വോട്ടാണ്. ആ വോട്ടിൻ്റെ ഒരു ചെറിയ ശതമാനം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണെങ്കിൽ ട്രഡീഷണൽ സംഘപരിവാർ വോട്ടും ക്രൈസ്തവ വോട്ടും ചേർന്നാൽ ഒരു വിന്നിങ് ഫോർമുല, കട്ട ത്രികോണ മത്സരത്തിൽ ഒരു ഫൈറ്റിംഗ് ചാൻസ് അവിടെയും ഉണ്ട് എന്ന ഒരു കണ്ടെത്തൽ. അതിൻ്റെ പിന്നിൽ രാജീവ് ചന്ദ്രശേഖറും സംഘവുമാണ്. പുതിയ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇപ്പോൾ സംഘടനാ ജില്ലകളായി തിരിച്ചല്ലോ. ഇപ്പോൾ 15 സംഘടനാ ജില്ലകളുണ്ട്. ഈ സംഘടനാ ജില്ലകളിൽ നിന്നും 5 പേര് വീതം വന്നു. ഇനിയിപ്പോൾ ഓരോ സംഘടനാ ജില്ലയിൽ നിന്നും 30 പേര് വീതം ഉള്ള അടുത്ത ഒരു സെഷൻ വരാൻ പോകുന്നു. ഇനി വാർഡ് തലത്തിൽ കുറച്ചുകൂടെ ഡീസെൻട്രലൈസ്ഡായി ലോക്കൽ ഇൻഫ്ലുവൻഷ്യൽ ക്രിസ്ത്യൻ ലീഡേഴ്സ് along with the BJP's established faces will be meeting influential Christian families and people. അതാണ് പദ്ധതി. അത് ഓൾറെഡി നിലവിലുള്ളൊരു പദ്ധതി തന്നെയാണ്. പക്ഷേ അതിനെ കുറച്ചുകൂടി ഫോർമലൈസ് ചെയ്യുന്നു, ഇലക്ട്രൽ മെഷീനറിയെ ഒന്ന് ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അതാണിപ്പോൾ വരുന്നൊരു മാറ്റം. പക്ഷേ BJP ഇത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുമ്പോൾ നമുക്കറിയാം ഈ ന്യൂനപക്ഷ സമുദായത്തെ മുഴുവൻ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇതിനോടൊപ്പം മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട്, ഇപ്പം ഹൈന്ദവ സംഘടനകളിലെ വോട്ട് ചോർച്ച അവർക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് CPM. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ടൊരു പക്ഷേ UDF ഒക്കെ തയ്യാറാകും എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു ദ്വിമുഖ പദ്ധതിയാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇവിടെ ശബരിമല സംഗമം, അത് ദേവസ്വം ബോർഡ് ഓർഗനൈസ് ചെയ്താലും സംസ്ഥാന സർക്കാർ ഓർഗനൈസ് ചെയ്താലും ഇതിനെല്ലാം ഇടതുപക്ഷത്തിന് ഒരു ഹൈന്ദവ ജനതയെ, അതായത് നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, അതർ ഹിന്ദു കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് ഭഗവാന്റെ പേരിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരിൽ ഒന്നിപ്പിക്കാനുള്ള ശ്രമം, ആ ശ്രമം BJPയെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. കാരണം ഈഴവ സമുദായത്തിൻ്റെ ഒരു നല്ല പങ്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിച്ചു എന്നതിന് ഉദാഹരണമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും BJPയുടെ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ തിളക്കമുള്ള ഒരു നേട്ടം. 3ാം സ്ഥാനത്ത് പോയി എങ്കിൽ പോലും സാമാന്യം നല്ല പെർഫോമൻസാണ് V. മുരളീധരൻ ആറ്റിങ്ങലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും നേടിയത്. അതൊരു ത്രഷ് ഹോൾഡ് പവറാണ്. അവിടെ കൂടെ വന്ന ഈഴവ സമുദായത്തെ കൺസോളിഡേറ്റ് ചെയ്ത് നിർത്തണം. ഒരു വശം കൂടുതൽ സമുദായങ്ങളെ കൂടെ കൊണ്ടുവരണം. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് ലഭിക്കുമ്പോൾ അത് UDFൽ നിന്നും LDFൽ നിന്നും വരികയാണ്. കൂടുതലും വരുന്നത് ഒരു പക്ഷേ UDFൽ നിന്നാവാം. അതുകൊണ്ട് ഇത് LDFന് മാത്രമല്ല UDFനും ഒരു വലിയ
ഭീഷണി തന്നെയാണ്. പക്ഷേ അത് മതിയാവുമോ ഛത്തീസ്ഗഡിൻ്റെ മുറിവുകൾ ഉണക്കാൻ, മണിപ്പൂരിൻ്റെ ഓർമ്മകൾ തമസ്കരിക്കാൻ ഇത് മതിയാകുമോ? ഈ ലേപനം മതിയാവുമോ എന്ന മറ്റൊരു ചോദ്യവും നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.